സത്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയാണ് വേണ്ടത്. അവര് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ തരുമ്പോൾ അതിന്റെ വെരിഫിക്കേഷൻ നടത്തുന്ന BLO ആണ്. അതിന്റെ മുകളിൽ ഇലക്ടറൽ ഓഫീസറാണ്. വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഓഗസ്റ്റിൽ നമ്മൾ കൊടുത്ത പരാതിയുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തൃശ്ശൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ആരോപണം കേട്ടിരുന്നു. അതായത് തൃശ്ശൂര് മറ്റു പല മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകളെ BJP വോട്ടുകളെ കൊണ്ടുവന്ന് അവിടെ ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ മലമ്പുഴ എന്ന് പറയുമ്പോൾ കുറെ BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി മുൻപ് മത്സരിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പൊ അതിന്റെ സ്വാധീന വലയുണ്ട്. അപ്പം രണ്ട് CPMന്റെ കുത്തക സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും CPMും BJPയും കാരണം അവർക്കാണല്ലോ ഇതിൽ കൃത്രിമത്വം കാണിക്കാൻ കഴിയുക. എന്നാലോചിച്ച് നോക്കും. ഇപ്പൊ മുനിസിപ്പാലിറ്റി BJP ആണ് ഭരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ കൂടുതൽ പേര് ചേർന്നിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലാണ്. സ്വാഭാവികമായിട്ട് BJPയുടെ കടന്നുകയറ്റമുണ്ട്. ഇനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഏത് പാർട്ടിക്കാരാണ്? ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ ഇലക്ഷൻ പ്രിപ്പയർനെസ് നടത്തുന്നത് മുഴുവൻ CPM നേതൃത്വത്തിലുള്ള ആളുകളാണ്. പറഞ്ഞു വെങ്കടസ്വാമി തന്നെ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ കോഴിക്കോട് കൊപ്പത്തിലാണ് ചേർത്തിരിക്കുന്നത്. കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് കൊപ്പത്തിലെ ഒരു ഫ്ളാറ്റിലാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം കോഴിക്കോടാണ്. ആളാരെന്ന് ഫ്ളാറ്റിന്റെ ഉടമസ്ഥതയൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വേറെ ചില വാർത്തകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴും അനധികൃതമായി ചേർത്ത പിന്നെയുള്ള പരാതിയിൽ UDF ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. പരിശോധിക്കണം. ഇവിടെയുള്ള വോട്ടർമാർക്കാണ് വോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് പാലക്കാടുകാരെ ഇവർക്ക് വിശ്വാസമില്ലാത്തത്? പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാടുകാരെ വിശ്വസിച്ച് പാലക്കാടുകാരോട് വോട്ട് ചെയ്തിര്. മലമ്പുഴ മണ്ഡലത്തിൽ മലമ്പുഴക്കാരോട് വോട്ട് ചെയ്തിര്. പാലക്കാട് ജയിക്കാൻ മലമ്പുഴ വഴി ഒരു വളഞ്ഞ വഴി അത് വേണ്ട. അതുകൊണ്ടും ആകില്ല കേട്ടോ, അല്ലേ വെങ്കടസ്വാമി? ജനാധിപത്യത്തോട് പാലക്കാട്ടുകാരുടെ ഒരു കമ്മിറ്റ്മെന്റിനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇടപാടാണ് ഈ ഇമ്പോർട്ട് ചെയ്ത വോട്ട് ചേർക്കുക അനധികൃതമായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത്. എന്റെ പേര് വെങ്കടേശ്വരൻ. ഇനി രണ്ട് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ എന്റെ വോട്ട് പോലും ചേർത്തിട്ടില്ല, പാലക്കാട് ചേർത്തിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്.